ഇന്ന് രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടുമെന്നാണ് രാഹുൽ ഈശ്വർ അടക്കം അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനോടൊപ്പം നിൽക്കുന്ന ആളുകളടക്കം മെൻസ് അസോസിയേഷൻ അടക്കം വിചാരിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടിയില്ല. ഇതെല്ലാവർക്കുമുള്ള ഒരു പാഠമായിരിക്കണം എന്നാണ് പലരും പറയുന്നത്. അതായത് ഇത്തരം അതിജീവിതമാരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. അങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും നടപടികൾ ഉണ്ടാവുന്നത് എന്ന് ഒരു വിഭാഗം പറയുന്നു. മറ്റൊരു വിഭാഗം പറയുന്നു മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളെ അല്ലെങ്കിൽ ഈ അതിജീവിതമാരെ ഇരകളെ മോശമാക്കി കാണിക്കാനും ഇപ്പോ പിന്നെ ബസ്സുകളിലൊക്കെ പിന്നെ ഈ ലൈംഗിക അവയവങ്ങൾ പുറത്തിടുന്നവന്മാരെ ആനയിച്ചു കൊണ്ടുവരത്തക്ക രീതിയിലൊക്കെയുള്ള ആ തരത്തിലേക്ക് ഏറ്റവും താഴ്ന്ന തരത്തിലേക്ക് പോകുന്ന ഒരു അസോസിയേഷനാണ് ഈ മെൻസ് അസോസിയേഷൻ. അവരൊക്കെയാണ് ഇതിന് പിന്തുണ നൽകുന്നവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെൻസ് അസോസിയേഷനും ഇതിന്റെ കൂടെ പലരും വിമർശിക്കുന്നുണ്ട്. അപ്പൊ ഈ രാഹുൽ ഈശ്വറിന്റെ ഈ പിന്നെ എന്താ നീതി നിഷേധം ആണെന്നൊക്കെ ഭാര്യ അടക്കം പറയുന്നുണ്ട്. എങ്ങനെ കാണുന്നു മെൻസ് അസോസിയേഷൻ ഇതിനെ? ഇത് നമ്മുടെ ഈ ഇര എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിജീവിത എന്ന് പറയുന്ന വ്യാജ പരാതി കൊടുക്കുന്ന സംസാരിക്കുന്നവരെ ഒതുക്കുക, അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കാര്യം ഈ കമന്റ്സുകൾ എന്താ പറയാ, ഇവർക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളവർ ഇനി ഒരു കമന്റ് ഇടുകയോ ഒരു വീഡിയോ ചെയ്യുകയോ ചെയ്താൽ അവരെ പിടിച്ച് ജയിലിലിടും എന്നൊരു മെസ്സേജാണ് ഇപ്പോൾ കൊടുക്കുന്നത്.